ഞാനത് റൈഡ് പോകുമ്പോഴാ സ്ട്രീറ്റ് ട്രിപ്പിൾ എൻ്റെ പൊന്നെ അങ്ങാതി ഈ സംഭവൻ്റെ സൈഡിൽ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. അത് കാരണം എക്സോസ്റ്റ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ പുള്ളി. എന്നിട്ട് നൈസായിട്ട് ഒരു പെട അങ്ങ് പടച്ചു എൻ്റെ ഫ്രണ്ടിൽ കൂടെ. ഞാൻ പിന്നെ നൈസായിട്ട് ഇതിനെ ഓവർടേക്ക് ചെയ്യാനും പറ്റില്ലെന്ന് അറിയാം. എന്നാലും ജസ്റ്റ് വണ്ടി ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് പുറകെ കൂടെ പിടിച്ചു. പക്ഷേ പുള്ളി അത്യാവശ്യം പവർഫുള്ളാണ്. നമ്മളിപ്പോൾ ഇത് ട്രിപ്പിൾ ഇൻലൈൻ ട്രിപ്പിൾ എന്നൊക്കെ പറയണമെങ്കിലും C900 ലെവൽ ഓഫ് പെർഫോമൻസ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് ആന ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് വണ്ടികൾ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് വേണമെങ്കിൽ എനിക്ക് ഈ വണ്ടി മേടിക്കാം. പക്ഷേ ഞാൻ മേടിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ബൈക്ക് മേടിക്കുമ്പോൾ ഇന്ത്യൻ റോഡിന് പ്രാക്ടിക്കലാണ് ഈ സ്ട്രീറ്റ് ട്രിപ്പിൾ. ഓക്കെ, ഇന്ത്യൻ റോഡിന് പ്രാക്ടിക്കൽ കാരണം ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോൾ ബ്ലോക്കിൽ പെട്ടാലും നമുക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നില്ല, കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. പിന്നെ മെയിൻ്റനൻസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണെങ്കിലും മറ്റു പല ഇപ്പോൾ ഡുക്കാട്ടിക്ക് വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് അല്ലെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എനിക്ക് എടുക്കാൻ പറ്റും. ഞാനതാണ് പറഞ്ഞത്, നമ്മൾ ഫസ്റ്റ് ബൈക്ക് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ബൈക്ക് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണമെന്ന് ചിന്തിക്കും എന്നാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു നിശ്ചിത കിലോമീറ്റർ ടയർ അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ മാറ്റണം, ഇല്ലെന്നല്ല. പക്ഷെ അതിന് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ട്രയംഫാണ് ഓഫ് കോഴ്സ്. അതിൻ്റെ മെയിൻ്റനൻസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇൻലൈൻ 3 ആണ്. ത്രോട്ടിൽ ക്ലീൻ ചെയ്യണം, ഇടയ്ക്ക് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യണം, അങ്ങനെ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള പണികൾ ഒരു ഇതിനേലും കൂടുതൽ എക്സ്പെൻസീവ് ആണ്, മെയിൻ്റനൻസ് കൂടുതൽ അർഹിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രാക്ടിക്കലി ഇന്ത്യൻ റോഡിന് പ്രാക്ടിക്കലി ഇപ്പോൾ ഈ ഒരു ഇന്ത്യൻ റോഡിൽ അത്യാവശ്യം 100-120 കിലോമീറ്റർ ക്രൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. എപ്പെക്സ് ഗ്രേ GT 650 അലോയ് വീൽ എഡിഷൻ. അപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇതിനകത്ത്. ബേസിക്കലി എനിക്കൊരു ഇടയ്ക്കൊരു പെടപടക്കണമെങ്കിൽ ഈ വണ്ടി ഓക്കെയാണ്. പിന്നെ ഡെയിലി ഡ്രൈവായിട്ട് ബുള്ളറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡ്യൂക്ക് 200 ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ വണ്ടി ഇടയ്ക്ക് ഓടിക്കണതിൽ ഹാപ്പിയാണെന്നായി. കാരണം മൈലേജ് ഒരു 10-20 വരെയൊക്കെ മാക്സിമം പിടിച്ച് ഓടിക്കുകയാണെങ്കിൽ 20-25 കിട്ടും. മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ 25 കിട്ടും ലോങ് പോകുമ്പോൾ. എന്നാൽ ലോങ് പോകുമ്പോൾ നമ്മൾ പിരിക്കും. തമിഴ്നാട് റോഡൊക്കെ അറിയാമല്ലോ, കർണാടക റോഡ് പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാക്ടിക്കാലിറ്റി ചിന്തിക്കുന്നതാണല്ലോ. നമ്മളൊരു ബൈക്ക് എടുക്കുമ്പോൾ എപ്പോഴും ഇന്ത്യൻ റോഡിന് പറ്റിയതാണെന്ന് ആലോചിക്കുക. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ബൈക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ഫസ്റ്റായിട്ടൊരു വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി അങ്ങനെ ചിന്തിക്കരുത്. അതായത് ചാടിക്കയറി എടുക്കണേക്ക് മുമ്പ് നമുക്ക് ഇതിൻ്റെ മൈലേജ് ഒന്ന് നോക്കണം. കാരണം നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് മൈലേജ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് പെട്രോൾ അടിക്കാൻ എപ്പോഴും കാശ് തന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറ്ററിംഗ് പണിക്കോ അല്ലെങ്കിൽ വീക്കെൻഡോ അല്ലെങ്കിൽ സൈഡ് ഹസിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പെട്രോൾ അടിക്കാം. പക്ഷേ എപ്പോഴും നമുക്കതൊരു ബേർഡൻ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ 500 രൂപ പെട്രോൾ അടിക്കുന്നത് നമുക്ക് വലിയൊരു തുകയായിട്ടാണ് ഫീൽ ചെയ്യപ്പോഴും. അതാണ് ഇതിൻ്റെ റിയാലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൈലേജ് ഇപ്പോൾ MT-15 മൈലേജ് ഉണ്ട്, R15 മൈലേജ് ഉണ്ട്. ആ സമയം ലോങ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഫാമിലീനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് എടുത്തോ, ആവശ്യത്തിന് മൈലേജും കിട്ടും. J സീരീസ് എഞ്ചിനേലും മൈലേജ് കിട്ടും സ്റ്റാൻഡേർഡിന്. അപ്പോൾ നമ്മൾ ബുള്ളറ്റ് എടുത്തുന്നു, അല്ലെങ്കിൽ ഒരു CB350 ഹൈനസ് ഒക്കെ എടുത്തോ, കുഴപ്പമില്ല. ഈ ഫസ്റ്റ് ബൈക്ക് എപ്പോഴും വീട്ടുകാരെ ഉറപ്പിച്ചെടുക്കരുതെന്ന് പറയാൻ കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ ബൈക്ക് ഫസ്റ്റ് എടുക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പാർട്ട് ടൈം ജോലി ഉണ്ടായി. ഇത് 2010-11 സമയത്താണ് ഈ ഫേസർ, യമഹയുടെ എഫ്സിയുടെ ഫെയർഡ് വെർഷൻ ഫേസർ മേടിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ വീട്ടുകാരുടെ അടുത്ത് പ്രോമിസ് ചെയ്ത് ഞാൻ ഈ പണിയെടുത്തിട്ട് അപ്പോൾ കോളേജിൽ പഠിക്കാൻ പ്ലാൻ ഇട്ടുകയാണ്. അപ്പോൾ ഇത് ഈ പണിയെടുത്തിട്ട് പേയ്മെൻറ്റൊക്കെ ലോണൊക്കെ അടച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് നമ്മൾ വണ്ടി മേടിക്കണ സമയത്ത് ലോൺ എടുക്കാനുള്ള ഒരു താല്പര്യം പോയി. പിന്നെ എൻ്റെ ഫാദറാണ് അത് ഫുൾ അടച്ചു തീർത്തത്. അങ്ങനെ ഒരു ബാധ്യത ഞാൻ അവർക്ക് കൊടുത്തു. അതിൻ്റെ കുറ്റം പറച്ചിൽ സ്ഥിരമായിട്ട് വെക്കാറുണ്ടായിരുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നമുക്ക് അന്നത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് യൂണിക്കോൺ എടുത്ത് തരാമെന്നൊക്കെ പ്ലാൻ ആയിരുന്നു. സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എൻ്റെ ഒരു കസിൻ എടുത്ത് തരാനൊക്കെ പ്ലാൻ ആയിരുന്നു. പക്ഷെ എനിക്ക് അത് ഓക്കെ ആയിരുന്നില്ല. കാരണം അതൊരു സ്പ്ലെൻഡർ ആയിരുന്നു. നമ്മുടെ ആ പ്രായത്തിൽ സ്പ്ലെൻഡർ ആ സമയത്ത് ട്രെൻഡിങ്ങേ അല്ല. കാരണം 2 സ്ട്രോക്ക് 4 സ്ട്രോക്കിലേക്ക് മാറുന്ന കാലഘട്ടമാണ്. അപ്പോൾ എനിക്ക് സ്പ്ലെൻഡർ ഓക്കെ അല്ലായിരുന്നു. സ്പ്ലെൻഡർ ഇപ്പോൾ ഇഷ്ടമാണ്, പക്ഷേ ഞങ്ങളുടെ ഒരു സ്പ്ലെൻഡർ ഉണ്ട്. എന്നാലും നമ്മളൊരു യുവാവായുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് സ്പ്ലെൻഡർ എടുത്തുകൊണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി വണ്ടിയായിട്ട്, അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ആ സമയത്ത് പൾസർ പിന്നെ ഡ്യൂക്കൊക്കെ വന്നിട്ടുള്ളൂ. അങ്ങനെ ചില മോഡലുകളൊക്കെ ബൂമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് FC ഒക്കെ ട്രെൻഡിങ് ആയി വരുന്ന ടൈം നിങ്ങളൊക്കെ അറിയാമോ? FC ഞാൻ മേടിക്കുന്ന സമയത്ത് ശരിക്കും വണ്ടി ട്രെൻഡിങ്ങേ അല്ല, ആർക്കും വേണ്ടായിരുന്നു. വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ മേടിച്ചാണ്, അല്ലാതെ എഞ്ചിൻ കണ്ട് ഇഷ്ടപ്പെട്ടൊന്നല്ല മേടിച്ചത്. അപ്പോൾ അതിൻ്റെ പണി കിട്ടിയെന്ന് വെച്ചാൽ, ഈ വണ്ടി FC-യുടെ ഈ ടയറുകൾ എന്ന് പറഞ്ഞാൽ MRF-ൻ്റെ ഒരു ചാത്തൻ ടയർ തന്നോണ്ടിരുന്ന ഈ യമഹക്കാർ. അപ്പോൾ ഈ യമഹ തന്ന ഈ ടയർ കാരണം പോണ വഴിക്ക് മൊത്തം പഞ്ചർ. അതായത് സോഫ്റ്റ് ടയർ,
ഒരു ഗുണമില്ലാത്ത ടയർ. അതായത് ആ ടയറിൽ തന്നെ ഏകദേശം 16 പഞ്ചർ, 16 തുടങ്ങി 20 പഞ്ചർ അടിച്ചിട്ടുണ്ട്. ഓരോ പഞ്ചറിന് 100 രൂപ വെച്ചാൽ. ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ടയർ കടയിലൊക്കെ ഉണ്ട്, അവൻ വന്ന് എനിക്ക് ഫ്രീ ആയിട്ട് പഞ്ചർ അടിച്ചു തരും. ഏത് അവിടെ നിന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് എനിക്ക് പഞ്ചർ അടിച്ചു തരാറുണ്ടായി. കാരണം അത്രയും 100 രൂപ 150 രൂപ കുറഞ്ഞ പഞ്ചർ അടിച്ചു തരില്ല ഈ നിസ്സാര പണിക്ക്. പിന്നെ പഞ്ചർ കിറ്റ് മേടിക്കണ ആ സമയത്ത് ഓൺലൈൻ ബൈയിങ് ഒന്നും അത്ര പോപ്പുലർ അല്ല. ഇന്നാണെങ്കിൽ നമ്മൾ അങ്ങനെയെങ്കിലും ചിന്തിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോട്ടാ. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കേസ് എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുമെന്ന് നോക്കണം. രണ്ടാമത്തേത് മൈലേജ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. സ്റ്റുഡൻസ് ആണെങ്കിൽ 2 വട്ടമെങ്കിലും ചിന്തിക്കണം. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനത്തെ വണ്ടിയാണ് വേണ്ടത് നമുക്കൊരു ഐഡിയ വേണം. അതായത് എല്ലാവർക്കും ബ്ലൈൻഡായിട്ട് മേടിക്കാൻ പറ്റിയ വണ്ടി എന്ന് പറയുന്നത് നമ്മൾ നേക്കഡ് സ്ട്രീറ്റ് ബൈക്കുകൾ, അപ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഏത് പ്രായക്കാർക്കും ആർക്കും ബ്ലൈൻഡായിട്ട് മേടിക്കാം. പക്ഷേ എല്ലാ ബൈക്കും പഠിക്കുമ്പോഴും ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിരിക്കണം. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിരിക്കുന്ന തുടങ്ങിയിട്ട് സീറ്റിൻ്റെ കംഫർട്ട് നമുക്കറിയില്ല, സസ്പെൻഷൻ നമുക്ക് ഓക്കെ ആണെന്ന് അറിയില്ല, നമ്മുടെ വെയിറ്റ് വെച്ച് ഇത് ഓക്കെ ആവുമെന്ന് അറിയില്ല. അങ്ങനെ ചില മോഡലുകൾ ഇപ്പോൾ ബുള്ളറ്റ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇവിടം വരെ പോകുള്ളൂ, അതിൻ്റെ ഒരു കംഫർട്ട് എന്തായാലും ഇത്ര കിട്ടും നമുക്കറിയാം. അതേസമയം ഒരു ഹോണറ്റ് 125 ഓടിക്കണവന് ചിലപ്പോൾ അതിൻ്റെ സീറ്റ് ഓക്കെയാണ് എനിക്കറിയാം, പക്ഷെ ആ ഓടിക്കണവന് അത് സീറ്റ് ഓക്കെ ആണോ അല്ലെങ്കിൽ അവൻ്റെ വെയിറ്റിനനുസരിച്ച് ആ വണ്ടി ഓക്കെ ആവോ, ബ്രേക്കിംഗ് ഇഷ്ടമാവോ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. പിന്നെ ഫിനാൻസ് എടുക്കുമ്പോൾ നമ്മൾ വെറുതെ ബ്ലൈൻഡായിട്ട് 15,000 രൂപ അടച്ചിട്ട് ബാക്കി കൊണ്ടുപോക്കാന്നൊക്കെ പറയുന്ന പരിപാടിക്കൊന്നും നിൽക്കാതിരിക്കുക. ഫിനാൻസ് നിങ്ങൾ അടച്ചു വരുമ്പോൾ വലിയൊരു തുക നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോണ്. അത് കണക്ക് കൂട്ടി വരുമ്പോഴാണ് നിങ്ങളും ഒരു അക്കിടി പറ്റിയെന്ന് മനസ്സിലാക്കുന്നത്. ഫിനാൻസ് എടുക്കാതിരിക്കുക. അൺലെസ് യു ഹാവ് നിങ്ങളുടെ അത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം. നിങ്ങൾക്കിപ്പോൾ ഒരു 1,00,000 രൂപ ബഡ്ജറ്റ് ഉള്ളെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഒരു നല്ല ബൈക്ക് എടുക്കുന്നതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നല്ല ബൈക്ക് നോക്കിയെടുക്കണം. അപ്പോൾ അംഗീകൃതമായുള്ള കൊള്ളാവുന്ന ഒരു സെല്ലറിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ബൈക്കുകൾ ബ്ലൈൻഡായിട്ട് മേടിക്കാനും പറ്റാത്ത അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 85 ഫ്യൂവല് ഈ 100 ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോൻ്റെ ചില ബൈക്കുകളല്ലാതെ വേറെ വണ്ടികൾ ഇപ്പോൾ ഈ റോയൽ എൻഫീൽഡ് വരുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. ഓട്ടോ ഷോയിൽ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു പുതിയ ക്ലാസിക് ഈ 85 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ നമുക്ക് കൊക്കിലും ഒതുങ്ങാവുന്നത് ആദ്യം കുത്തിയാൽ മതി. നമുക്ക് ജോബൊക്കെ ആയി കഴിഞ്ഞിട്ട് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അത്യാവശ്യം എക്സ്പെൻസീവുള്ള വണ്ടികൾ മേടിക്കാവൂ. അതിന് മുമ്പ് ഒരു കാരണവശാലും എക്സ്പെൻസീവോ പവർഫുള്ളായുള്ള കാറോ ബൈക്കോ എടുക്കരുത്. ഇത് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് ഉണ്ടാവില്ല. കാരണം ഇത് ബൈക്ക് എന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ ഒരു താല്പര്യം വേണം. ഇപ്പോൾ ഇവൻ നിങ്ങൾ അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ ഒരു ഡ്യൂക്ക് 200, പക്ഷേ അതിനൊരു ഡീസൻറ്റ് മൈലേജ് ഉണ്ട്. മെയിൻ്റനൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, അത് വേറെ കേസ്. എന്നാൽ പോലും മൈലേജ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പ്രത്യേകിച്ച് ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ഒരു GT 650 എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 30-40 കിലോമീറ്റർ ദൂരമുള്ള ജോലി സ്ഥലത്ത് പോകുന്നവർക്ക് പോയി വരാം. എന്നാൽ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ അല്ലെങ്കിൽ കോളേജിൽ പോകണം. ഡെയിലി കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാം, നഷ്ടമൊന്നുമില്ല, മാനേജ് ചെയ്യാം. പക്ഷെ GT എടുത്തുകൊണ്ട് ഫീൽഡ് വർക്കിന് പോകാൻ പറ്റുമോ? ഇല്ല. അതുമാതിരി തന്നെ എല്ലാവരും നമ്മൾ ശരിക്കും ഒരു ബൈക്ക് മേടിക്കുന്നതിന് മുമ്പ് നമ്മുടെ പർപ്പസ് നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ ഡെലിവറി ജോബ് പോകാൻ ഈവൻ നൗ പ്ലാൻ ഇല്ലെങ്കിൽ പോലും പിന്നീട് പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടൈപ്പ് ഓഫ് ബൈക്ക്, ഇപ്പോൾ ഫ്രീഡം ബജാജിൻ്റെ അല്ലെങ്കിൽ ഒരു മൈലേജ് കിട്ടുന്ന ഒരു 100cc ബൈക്ക്, അങ്ങനെയുള്ള ബൈക്കിൽ കംഫർട്ട് കൂടിയ മോഡൽ നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോഴുള്ളൊരു പ്ലാൻ വെച്ച് വെക്കുന്നതല്ല, ഭാവിയിലേക്കുള്ള പ്ലാൻ കൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ബൈക്ക് നമ്മൾ ഭയങ്കര ഓവറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എന്ന് വെച്ചാൽ ഓവറായിട്ട് ഡെയിലി കഴുകി ഓവറായിട്ട് ഇതിനെ കഴുകി കഴിഞ്ഞാലും വണ്ടി കംപ്ലൈൻ്റ് ആവും. അതായത് ഈ എത്രത്തോളം നിങ്ങൾ വണ്ടി കഴുകണം അതിന് അത്രത്തോളം പെയിൻറ്റ് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് വണ്ടി കഴുകുക, ഓവറായിട്ട് അതിനകത്ത് ഇത്തിരി ഇത് ചെയ്യാണ്ടിരിക്കുക നല്ലത്. ഇത് മെറ്റലാണ്. നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഇതിനിപ്പോൾ എന്തെങ്കിലും വിൽക്കണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിഷമമാവും. നമ്മൾ ബേസിക്കലി നമ്മുടെ പാർട്ട് ഓഫ് അവർ ലൈഫ് ആണെങ്കിൽ പോലും ഇതിന് ഓവറായിട്ട് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. പിന്നെ കൈമാറി ഓടിപ്പിക്കാതിരിക്കുക അൺലെസ് ഇറ്റ്സ് യുവർ ഫാമിലി മെമ്പർ. കാരണം കൈമാറി ഫ്രണ്ട്സിന് കൊടുത്താൽ ഒന്നാമത്തെ കേസ് കംപ്ലൈൻറ്റുകൾ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കൈമാറാനും ആർക്കും അത്ര അട്രാക്റ്റ് ചെയ്യാത്തൊരു വണ്ടി എടുക്കുന്നതാണ് ആദ്യം എടുക്കുന്നത് നല്ലത്. പിന്നെ നിങ്ങൾ ഗ്രാജുവലി ആ വണ്ടി മാക്സിമം ഉപയോഗിച്ച്, എന്നാൽ ആ വണ്ടി ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് തീരെ മോശമാവരുത്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ബോക്സർ ഫസ്റ്റ് വണ്ടി എടുക്കാൻ ഞാൻ പറയില്ല, ഒരു CT100 എടുക്കാൻ ഞാൻ പറയില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ ഡെലിവറി ജോബ് ഇല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടി ഒന്നും എടുക്കാൻ ഞാൻ പറയില്ല. പക്ഷേ ഒരു ഹോണറ്റ് 125 എടുത്തോ, കുഴപ്പമില്ല. നിങ്ങൾക്കപ്പോൾ കംഫർട്ടും കിട്ടും, അത്യാവശ്യം ലുക്കും കിട്ടും. നമുക്ക് വേണ്ടത് കംഫർട്ട്, മൈലേജ്, ലുക്ക്, ഇത് മൂന്നും കമ്പൈൻ ചെയ്തൊരു വണ്ടിയാണ് ഫസ്റ്റ് വണ്ടിയായിട്ട് എടുക്കേണ്ടത്. പിന്നെ ബാങ്ക് ലോൺ ചുമ്മാ ബ്ലൈൻഡായിട്ട് എടുക്കാതിരിക്കുക. അമിതമായ പലിശ കയറി നിങ്ങൾക്ക് മടുക്കും.
പിന്നെ ഓവറായിട്ട് നിങ്ങൾ കസ്റ്റം ചെയ്യാതിരിക്കുക. കാരണം വണ്ടി മേടിക്കുമ്പോൾ നമുക്ക് ചാടി കയറി കസ്റ്റമൈസ് ചെയ്ത് അവിടെ പാർട്സ് വെച്ച് ഇവിടെ പാർട്സ് വെച്ച് വാൽവട്രോണിക് വയ്ക്കണം, അത് വയ്ക്കണം, അത് വയ്ക്കണം. മനസ്സിലായ? എക്സോസ്റ്റൊക്കെ മാറ്റുന്നത് പിന്നെ ഡീസൻസ് ആണ്, കുഴപ്പമില്ല. പക്ഷെ ഓവറായിട്ട് എക്സ്പെൻസീവ് ആയുള്ള എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ മേടിക്കുമ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒത്തിരി എക്സ്പെൻസ് നമ്മൾ ഇതിനകത്ത് പൊട്ടിക്കാതിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ അത് നിങ്ങൾ ബൈക്ക് മേടിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർ ബൈക്ക് മേടിച്ചിട്ടേ അതിനകത്ത് ഇപ്പം ഞാൻ തന്നെ എൻ്റെ സ്റ്റാൻഡേർഡ് എടുത്ത് ക്ലാസിക്കിലേക്ക് മാറ്റി. അന്ന് ആ ഒരു ട്രെൻഡ് വന്നുള്ളൂ. പക്ഷേ ഞാൻ ഇപ്പം തിരിഞ്ഞാലോചിക്കുമ്പോൾ എനിക്ക് ആ നേരം കൊണ്ട് വേണമെങ്കിൽ കുറച്ച് നാളോട് ഈ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് ഒരു ക്ലാസിക്ക് പുതിയതങ്ങ് എടുക്കായിരുന്നു എന്ന് ചിന്തിച്ചു പോയി ഞാൻ. കാരണം കാര്യം ആ ബൈക്കിനോട് ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ പിന്നീട് ആലോചിച്ച് കഴിയുമ്പോൾ നമ്മൾ 25,000 രൂപ ഉടക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ 20,000 നിൽക്കില്ല. അതുമല്ല, ഞാനത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ 18,000 രൂപ മാക്സിമം എസ്റ്റിമേഷൻ പറഞ്ഞ ആ ഒരു ഷോറൂമുകാർ നമ്മൾ ഇപ്പോൾ എബ്രോഡുള്ളതാണ് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ സമയത്ത് അവർ ചെയ്തു തന്നു. എന്ന് വെച്ചാൽ ഒത്തിരി എളുപ്പത്തിൽ ചെയ്തു തന്നു. 2-3 ദിവസത്തിനുള്ളിൽ 3-4 ദിവസത്തിനുള്ള പണിയൊക്കെ തീർത്തു തന്നു. പക്ഷേ അതിനവർ ഞങ്ങളെ കൊണ്ട് 25,000 രൂപ അടപ്പിച്ചത്. അപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവായിട്ട് വന്നുപോയി കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ, ഞങ്ങളുടെ നാടല്ല, തൊട്ടടുത്തുള്ള ഏരിയ തന്നെയുള്ളൊരു ഇതാണ്, ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ അവിടെ പോയി അതൊരു നമ്മളിപ്പോൾ ഒരു 18,000 രൂപ അല്ലെങ്കിൽ 16,000 രൂപ എസ്റ്റിമേഷൻ പറഞ്ഞാൽ അതിന് 20,000 രൂപ മുകളിലേക്ക് വേണമെങ്കിൽ നമ്മളെ വിളിച്ച് പറയേണ്ടത് അവരൊരു ഉത്തരവാദിത്തമാണ്. പക്ഷെ നമുക്കത് ഈ ഉത്തരവാദിത്തം ചെയ്തു തന്നിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു കല്ലുകടി വരാമല്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചു കാര്യം, വണ്ടി പിന്നെ ഉപയോഗിക്കാനൊക്കെ കംഫർട്ടൊക്കെ ആയിരുന്നെങ്കിൽ പോലും, ലുക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും, ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8 വർഷം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അതിനകത്ത് ഇപ്പോൾ എന്താ പറയണം, ബേസിക്കായിട്ട് പുതിയൊരു വണ്ടി എടുക്കുന്നതിനായിരുന്നു നല്ലതെന്ന് തോന്നിപ്പോയി. ഇപ്പോൾ ഈ GT ആയാലും ഞാൻ ഒത്തിരി കസ്റ്റമൈസ്ഡാണ്. ഈ GT ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. പക്ഷേ കമ്പനി കസ്റ്റമൈസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഭൂരിഭാഗം പാർട്സും റോയൽ എൻഫീൽഡിൻ്റെ തന്നെയാണ്. പിന്നെ സീറ്റ് കവർ സിംഗിൾ സീറ്റ്, പിന്നെ ക്രാഷ് കാർഡ് അതൊക്കെ മാറ്റി കളയാമാണ്. അപ്പോൾ ക്രാഷ് കാർഡ് കൊള്ളില്ല, മോട്ടോർ ടോക്കിൻ്റെ കോർണർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്രാഷ് കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വണ്ടിയിൽ ഫ്രണ്ടിൽ ആ ഒരു വൈസർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബേസിക്കായുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, അമിതമായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴും മിനിമലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക. നമ്മൾ ഒത്തിരി എന്താ പറയണ, ഒരു ഓവറായിട്ട് ബൈക്കിന് വേണ്ടി അങ്ങനെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു മെറ്റലാണ്, മെറ്റലിൻ്റെ ഒപ്പം തന്നെ നമ്മളായിട്ട് കണക്റ്റഡ് ആണ്. എന്നാൽ പോലും നമ്മൾ ഓവറായിട്ട് കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിട്ട് കൺസേൺഡ് ആവും. നമ്മുടെ എനർജി മൊത്തം അതിനകത്തേക്ക് പോകും. നമ്മൾ കുറച്ചൊരു ഫ്രീഡം കീപ്പപ്പ് ചെയ്യുക. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനെന്തിന് ഇത്രയും ഓവറായിട്ട് ഇതിനെ കെയർ ചെയ്ത് തോന്നും. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഈ ഫേസർ എന്ന് പറഞ്ഞ വണ്ടിയുടെ ഞാൻ ഭയങ്കര പൊന്നു വരെ നോക്കിയിരുന്നു. അതായത് ഫേസർ എന്ന് പറഞ്ഞ വണ്ടി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എൻ്റെ ഉള്ളിൽ തിക്ക് കിട്ടും കേട്ടോ. എഞ്ചിനിങ്ങനെ ഇടിച്ച് ചെയ്യാൻ പ്രശ്നമാവും എഞ്ചിൻ. പക്ഷെ പിന്നീടാണ് ഞാൻ കാലങ്ങൾ കഴിയുമ്പോൾ മനസ്സിലായത് എഞ്ചിൻ എന്ന് പറയുന്നത് ഗിയർ ഡൗൺ ചെയ്യാനും റെഡ് ലൈൻ അടിക്കാനും ഇത്തിരി റഫായിട്ട് ഓടിക്കാനൊക്കെ വേണ്ടിയുള്ള സംഭവമാണ് ഈ എഞ്ചിൻ. അങ്ങനെ നമ്മളിപ്പോൾ ഓവറായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ബൈക്ക് ഓടിക്കുമ്പോൾ, കാർ ഓടിക്കുമ്പോൾ അങ്ങനെ ഓവറായിട്ട് എഞ്ചിൻ ഇങ്ങനെ ഇതാവുമോ എന്ന് വെച്ചാൽ തീരെ ഇല്ലെന്നല്ല, പക്ഷെ ഓവറായിട്ട് അങ്ങനെ ഇത് ചെയ്യാറില്ല. പിന്നെ സ്ഥിരമായിട്ട് കഴുകുക, അതൊക്കെ വെറും അലമ്പ് പരിപാടി എൻ്റെ അഭിപ്രായത്തിൽ. ഡെയിലി അഴുക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകും. ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അപ്പം ഒന്ന് കഴുകിയ ഷെഡിലിടുള്ളൂ. ഇന്ത്യയിൽ പൊടിയുണ്ട്. നമ്മളിപ്പോൾ യൂറോപ്പിലൊന്നല്ല ജീവിക്കുന്നത്. ഇന്ത്യയിൽ പൊടിയുണ്ട്, മഴയുണ്ട്, എല്ലാം ഉണ്ട്. ഇത് പൊടീനെ മഴയെ നമുക്ക് തടയാൻ പറ്റുമോ? ആഴ്ചയിൽ ഒരിക്കൽ കഴുകുകയാണെങ്കിൽ പോലും കുഴപ്പമില്ല തരുന്നത്. ഇത് ഡെയിലി കഴുകണവരൊക്കെ ഞാൻ എന്താ പറയുക, മാക്സിമം ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ കഴുകുക. ഒരു 5,000 അല്ലെങ്കിൽ 4,000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ ആ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. 5,000 നല്ല പവർ ഫിൽറ്റർ ആണെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ ചെയ്താലും മതി. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മാക്സിമം, ഞാൻ പറയുന്നത് ഒരു മാക്സിമം ഒരു 1,000 കിലോമീറ്റർ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ഒരു ചെയിൻ ക്ലീൻ ചെയ്ത് ചെയിനൊന്ന് ലൂബ് ചെയ്തിടാണെങ്കിൽ നല്ലതാണ്. ചെയിൻ എപ്പോഴും ടൈറ്റ് ചെയ്യണമെന്നില്ല. ചെയിൻ ലൂസ് ആകുമ്പോൾ ടൈറ്റ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമ്മളിപ്പോൾ എല്ലാം ബ്ലൈൻഡായിട്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ, ഓവറായിട്ട് കെയർ ചെയ്യേണ്ട ഒന്നിനെയും, അതായത് ബൈക്കായാലും കാറായാലും നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ. ഇപ്പോൾ എൻ്റെ ബുള്ളറ്റൊക്കെ ഏകദേശം ഒരു 80,000 കിലോമീറ്റർ എങ്കിലും അത് ഓടിയുണ്ട് മിക്കവാറും. മീറ്ററിൽ കാണിക്കുന്ന അങ്ങോട്ട് കുറവാണ്. കാരണം അത് മീറ്ററൊക്കെ ഇടയ്ക്കൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഉറപ്പാണ് ഒരു 80,000 കിലോമീറ്റർ ടു 1,00,000 കിലോമീറ്ററിനടുത്ത് ഓടിയുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം മീറ്റർ കാണിക്കുന്ന അങ്ങനെ 60,000 അങ്ങനെ കണ്ടാണ് കാണിക്കുന്നത്. അത് എന്തെങ്കിലും ആവട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ
ലൈഫിൽ ഒരു ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടി കൈമാറണ്ടാണെങ്കിൽ ഇപ്പോൾ ബ്രദേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ABS ഉണ്ടെങ്കിൽ കൈമാറാം. ABS ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ അവർ ചെറുപ്പക്കാരാണെങ്കിൽ ഇപ്പോൾ 18 വയസ്സുള്ളവരൊക്കെ ആണെങ്കിൽ കൊടുക്കാതിരിക്കുക. കാരണം അവര് നമ്മൾക്കറിയാം ഇതിൻ്റെ ഒരു ത്രില്ല്. അവരും ഇതുമാതിരി ഇതിൻ്റെ നമ്മളേലും കൂടുതൽ ത്രില്ല് അടിച്ചിട്ടായിരിക്കും ഓടിക്കുന്നത്. പക്ഷേ ഈ ABS ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഹെവി റിസ്ക് ആണ്. അതുപോലെ നല്ല ഹെൽമെറ്റും വേണം. ഹെൽമെറ്റ് ഇല്ലാണ്ട് വെറുതെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വീടുകളിലുള്ള സ്ത്രീകളായാലും അവർ വണ്ടിയിൽ കയറുമ്പോൾ അതിൻ്റെ പുറകിലിരിക്കുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാണ്ടിരിക്കുമ്പോൾ അവരുടെ ധാരണയിൽ ഓടിക്കുന്നവന് ഹെൽമെറ്റ് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയാണ് മറിഞ്ഞാൽ ഇപ്പോൾ ഓടിക്കുന്നവനാണ് ഇമ്പാക്റ്റ് അയക്കുന്നതെന്നാണ് ഒരു ചിന്ത. എന്നാൽ അങ്ങനെയല്ല. ഈ 10 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോഴും ഈ ഹെൽമെറ്റ് നൈസായിട്ട് താഴെ വീണായിട്ട് നമ്മൾ തലയടിച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറാണ്, ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് അത് അഡ്വഞ്ചർ ആണോ ചോദിച്ചാൽ അത് അഡ്വഞ്ചർ 250 ഉണ്ടത്. പുള്ളി നല്ല പിരിയായിരുന്നു, സൈഡിൽ കൂടെ നല്ല പിരി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കൊന്ന് ആലോചിച്ചിട്ട് പ്രാക്ടിക്കൽ സൈഡ് കൂടി നോക്കാം. അപ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് 350, GT 650, നമ്മുടെ 200 ഡ്യൂക്ക്, ഇതെല്ലാം ഇന്ത്യൻ റൂളിന് പ്രാക്ടിക്കലിന്. ഇതിനകത്ത് GT മാത്രമേ ഉള്ളൂ ഇച്ചിരി ഓവർ സ്പീഡ് എന്നിട്ട് എനിക്ക് തോന്നുന്നത്. എന്നാൽ 650 സ്ലോസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ GT ഈസ് പ്രാക്ടിക്കലി നമുക്ക് മൈലേജ് എന്ന് വെച്ചാൽ ഒരു 20-25 കിട്ടും മാക്സിമം. സർവീസ് ചെയ്യിപ്പിക്കാനൊക്കെ എല്ലാം കൊണ്ട് നമ്മളെ പ്രാക്ടിക്കലായുള്ള വാഹനങ്ങൾ പരമാവധി എടുക്കാൻ പറ്റുമെന്ന് നോക്കുക എന്നാണ് എൻ്റെ സജഷൻ. ബൈ ഫ്രം BBM.